ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രേമല്ലു കണ്ടിട്ട് തിരിച്ചു വന്നതാണ്. പ്രണയവിരോധികളും കട്ട സീരിയസ് ആൾക്കാരും ദയവ് ചെയ്ത് പോയി കാണരുത്. ക്ലാസിക് കോമഡി മീൻസ് മടുപ്പുണ്ട്, ചെറിയ അയ്യോ എന്ന് വെക്കുന്ന സാധനങ്ങളുണ്ട്. ബാക്കിയെല്ലാം സിമ്പിൾ കോമഡി, നല്ല എന്താ പറയുക ഫ്രഷ് ആ സാധനം പറയാൻ പറ്റുന്ന ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിട്ടുള്ള നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള കുറേ എക്സ്പീരിയൻസുകളും അതിൻ്റെ അകത്ത് നമ്മൾ നേരിട്ടുള്ള ലൈഫിൽ പറയുന്ന തഗ്ഗടികളും അതുപോലത്തെ വളരെ നോർമലായിട്ടുള്ള ഒരു ഫിലിമാണ്. അത്ര വലിയ ഗംഭീരപടമോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. സിമ്പിൾ സാധനം, സിമ്പിൾ കോമഡി, സിമ്പിൾ റൊമാൻസ്, സിമ്പിൾ തേപ്പ്, സിമ്പിളായിട്ടുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചേർന്നുള്ള വളരെ നോർമലായിട്ട് പോകുന്നൊരു പടം. എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകരുത്, ബോറടിക്കും. ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അവർക്ക് ഒരുപാട് ചിരിക്കാനും ഒരുപാട് എൻജോയ് ചെയ്യാനും ഉള്ള പടമാണ്. സിമ്പിൾ കോൺസെപ്റ്റ്, അത്ര വലിയ കൂടിയ സംഭവങ്ങളൊന്നുമില്ല. കോളേജിൽ പഠിക്കുന്നവർക്കും കോളേജ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സിംഗിളായിട്ടിരിക്കുന്നവർക്കും കോളേജിലോട്ട് കയറുന്നവർക്ക് ആ ഒരു ഈ പ്രായമായവർക്ക് വരെ വളരെ സിമ്പിളായിട്ട് ആലോചിക്കുന്നവർക്ക് വീണ്ടും ഞാൻ പറയുന്നു, സിമ്പിൾ സാധനമാണ്. സീരിയസ് ആയിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് പോകരുത്, ബോറടിക്കും, സത്യമായിട്ടും ബോറടിക്കും. നിങ്ങൾ പറയാൻ പറ്റത്തില്ല കേട്ടോ, ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. എന്നാലും ഞാൻ പറയാം, എനിക്ക് തോന്നിയൊരു കാര്യം, ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടാൽ ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നും. പക്ഷേ നിസ്സാരമായിട്ട് മീൻസ് എന്താ ഒരു സിമ്പിൾ മൈൻഡോടുകൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, എൻ്റെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ഫ്ലോ എൻജോയ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിൻ്റെ കേസിലൊന്നും ഒന്നും പറയാനില്ല. ഇവർ ചെയ്യുന്നൊരു ടൈപ്പ് കാസ്റ്റിംഗ് പോലെ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുമായിട്ട് എനിക്ക് കണക്റ്റായി. അത് എല്ലാവർക്കും കണക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ലൈഫിൽ എവിടെയെങ്കിലും വെച്ച് ഈ ഒരു സെനാരിയോ അറ്റ്ലീസ്റ്റ് കേൾവിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകും. അതുമായിട്ട് കണക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ചിലപ്പോൾ നിങ്ങൾ തന്നെ ചെയ്തിട്ടും ഉണ്ടാവും. അങ്ങനെ കണക്ട് ചെയ്ത് എൻജോയ് ചെയ്ത് ഇമോഷണൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയെന്നിരിക്കും. അല്ലാതെ വേറെ ഇമോഷണൽ സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സ്റ്റാർട്ട് ടു ഫിനിഷ് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ളൊരു സീൻ വന്നാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു കോമഡി സീൻ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒരു ക്ലാസിക് പൈങ്കിളി വന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ നല്ല തഗ്ഗടിക്കുന്ന ഒരു സീൻ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. മീൻസ് ബാലൻസ്ഡ് ആയിട്ട് എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ബാലൻസ്ഡ് രീതിയിൽ പോയി. ചില ഭാഗങ്ങൾ എനിക്ക് വർക്കായില്ല. മീൻസ് ചില കോമഡികൾ അയ്യേ എന്ന് തോന്നുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആകുള്ളല്ലോ എന്ന് തോന്നുന്ന സാധനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിവിടെ ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. ഞാൻ എൻജോയ് ചെയ്ത് തന്നെ ഫുൾ ടൈം എനിക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, എന്തിനായത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും അയ്യ വെളുപ്പ് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടെങ്കിലും അത് കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെയോ, മീൻസ് അത്ര വലിയ അതിലും നല്ല സാധനങ്ങൾ അത് കഴിയുന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്, എൻജോയ് ചെയ്യും എന്നാണ് എനിക്ക്. മീൻസ് ഫാമിലി ഓഡിയൻസിനും ഒരുപാട് ബുദ്ധിജീവി രീതിയിൽ ചിന്തിക്കാത്തവർക്കും പ്രണയം വെറുക്കാത്തവർക്കും എൻജോയ് ചെയ്യാം കോമഡി പടമായിട്ട്. അത്രേ എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ അത്ര വലിയ സംഭവം മീൻസ് ഒരു നല്ല ഫാമിലി എൻ്റർടൈനിങ് കോമഡി പടം, ഒരു നല്ല പടമായിട്ട് എനിക്ക് തോന്നി. OTT നിങ്ങളുടെ ഇഷ്ടം. പറ്റുന്ന അത്രയും പേരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയി കണ്ടതുകൊണ്ട് എനിക്കൊരു നഷ്ടമൊന്നും തോന്നില്ല. OTT കണ്ടാൽ മതിയായിരുന്നു, അതിനുള്ളതേ ഉള്ളൂ എന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും എനിക്കിഷ്ടപ്പെട്ടൊരു പടമാണ്. അപ്പം കണ്ടവരുണ്ടെങ്കിൽ എന്താ തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം see you in the next video. Bye.